So next topic is force on a dielectric system. ഒരു ഡയലക്ട്രിക് സിസ്റ്റത്തിലുള്ള ഫോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഡയലക്ട്രിക് മീഡിയം കൺസിഡർ ചെയ്യാണ്. ആ ഡയലക്ട്രിക് മീഡിയം ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലൊരു ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ആവും, റൈറ്റ്? അപ്പോൾ ഇനി ആ ഇലക്ട്രിക് ഫോഴ്സ് വരുന്നത് ഈ പറയുന്ന നമ്മളുടെ ഡയലക്ട്രിക് മീഡിയത്തിലുള്ള മോളിക്കുലാർ ഡൈപോൾസും ഈ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടാണ് ആ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അപ്പോൾ അത് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാര്യം ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കേസ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഡയലക്ട്രിക് സ്ലാബ് ഉണ്ട്. ഓക്കെ, ഇതൊരു ഡയലക്ട്രിക് സ്ലാബാണ്. ഈ ഡയലക്ട്രിക് സ്ലാബ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിലേക്ക് പാർഷ്യലി ഇൻസേർട്ട് ചെയ്യുന്നു. പാർഷ്യലി മാത്രമേ ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് അതിനുള്ളിലേക്ക് വെക്കുന്നില്ല, പാർഷ്യലി മാത്രമേ ഇൻസേർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് പ്ലേറ്റ്സ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലെ രണ്ട് പ്ലേറ്റ്സ് ഇതാണ്. ആ രണ്ട് പ്ലേറ്റ്സിനും ഇടയിൽ എയർ ആണ് ഓൾറെഡി ഉള്ളത്. ആ എയർ ഉള്ള റീജിയനിലേക്ക് നമ്മളൊരു ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യാണ്, ഓൺലി പാർഷ്യലി, റൈറ്റ്? ഇനി അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇത് കപ്പാസിറ്ററാണ്, ഇതിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് നമ്മൾ ഡയലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ദർസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ ഫോഴ്സിനെ, അപ്പോൾ ഈ ഡയലക്ട്രിക് മീഡിയം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇഫ് യു വാണ്ട് ടു ടേക്ക് ഔട്ട് ഓർ പുൾ ഔട്ട് ദിസ് ഡയലക്ട്രിക് ഔട്ട്സൈഡ്, ഈ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡയലക്ട്രിക് മീഡിയത്തിന് പുറത്തേക്ക് പുള്ള് ചെയ്യണം. ആ പുള്ള് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു എ വർക്ക്. ഇനി ആ വർക്ക് ഡൺ എന്തായിരിക്കും? ഇവിടെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇവിടേക്ക് ഇതിനെ പുൾ ഔട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈറ്റ്? അപ്പോൾ അവിടെ ഒരു ഇനിയിപ്പോൾ സപ്പോസ് ഇതിപ്പോൾ എസ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. എസ് ഡിസ്റ്റൻസിലാണ് ഓൾറെഡി ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്കൊരു ഡി എസ്, ഇതിൽ ഒരു ചെറിയ എമൗണ്ട് ഡി എസ് ഡിസ്റ്റൻസ് ഇതിനെ പുൾ ഔട്ട് ചെയ്യണമെങ്കിൽ വേണ്ട വർക്ക് ഡൺ, ലെറ്റ് ഇറ്റ് ബി ഡി ഡബ്ല്യു. അപ്പോൾ ഡി ഡബ്ല്യു എന്തായിരിക്കും? എഫ് എക്സ്റ്റേണൽ ഇൻറ്റു ഡി എസ്. നിങ്ങൾക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഇൻറ്റു എസ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് എഫ് എക്സ്റ്റേണൽ ഇൻറ്റു ഡി എസ്. നൗ അവിടെ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് എഫ് എക്സ്റ്റേണൽ. അതിൽ ഓൾറെഡി ആ ഡയലക്ട്രിക് സ്ലാബ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ്. സോ എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മൈനസ് ഓഫ് എഫ്, അല്ലേ? അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എമൗണ്ട്. അപ്പോൾ ഇഫ് യു ആർ അപ്ലൈങ് ദിസ് value of f external in the equation for dw, the equation becomes dw equal to minus f into ds. So definitely f external is equal to minus of dw by ds, right? ഇനി ഒരു കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ വർക്ക് ഡൺ ആണ്. ഓക്കെ, the energy stored in a capacitor is the work done. So this work done is equal to half CV squared or it's equal to half Q squared by C. ഇതൊക്കെ നിങ്ങൾ +2 ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ വർക്ക് ഡണിൻ്റെ ഈ ഇക്വേഷൻ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ that becomes F is equal to minus D by ds of, instead of this W we can write half Q squared by C. അപ്പോൾ അതിൽ അഗൈൻ ക്യൂ സ്ക്വയർഡ് ബൈ ഹാഫ് ക്യൂ സ്ക്വയർഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്, മൈനസ് ക്യൂ സ്ക്വയർഡ് ബൈ 2. വാട്ട്സ് റിമൈനിങ് ദെയർ? ഡി ബൈ ഡി എസ് ഓഫ് 1 ബൈ സി ആണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് സി ഇൻവേഴ്സ് 1. ഇനി സി ഇൻവേഴ്സ് 1ൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് സി റേസ് ടു മൈനസ് 2. അറിയാലോ, ഡിഫറൻഷ്യൽ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് സി റേസ് ടു മൈനസ് 2 ഇൻറ്റു ഡി സി ബൈ ഡി എസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആയി, ക്യൂ സ്ക്വയർഡ് ബൈ 2 ഉണ്ട്.
c raised to minus 2-നെ c squared ആയിട്ട് ഡിനോമിനേറ്ററിലേക്ക് എഴുതാം ഇൻറ്റു ഡി സി ബൈ ഡി എസ്. ഇനി ഇതിനെ ഈ ഇക്വേഷൻ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാണ് യൂസിങ് ദ ഇക്വേഷൻ q ഈക്വൽ ടു സി വി. അതും ഒരു ബേസിക് ഇക്വേഷൻ ആണ് q ഈക്വൽ ടു സി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ദെയർഫോർ ഇവിടെ q ബൈ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? v ആയിരിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് q സ്ക്വയർഡ് ബൈ സി സ്ക്വയർഡ് വി ക്യാൻ റൈറ്റ് v സ്ക്വയർഡ് അല്ലേ? സോ f is equal to v squared by 2 into dc by ds. ഇനി ഇവിടെയുള്ള നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്ത ഈ കേസിലെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തതിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എയർ കപ്പാസിറ്ററും അതായത് ഈ രണ്ട് പ്ലേറ്റ്സിന് നടുവിൽ എയർ ആയിട്ടുള്ള കേസ് പ്ലസ് ഇതിന് നടുവിൽ ഡൈലക്ട്രിക് ഉള്ള കേസ് അല്ലേ? അത് അത്രയും ചേരുമ്പോഴാണ് നമ്മളുടെ ഈ capacitor ആവുന്നത്. So that equation for the effective capacitance becomes C equal to C air plus C dielectric. ഇനി C airൻ്റെ ഇക്വേഷൻ ആണ് എപ്സിലോൺ 0 A by D. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് എപ്സിലോൺ 0 A by D where A is the area of the plate. ഇനി ഇവിടെ ഏരിയ ഓഫ് ദ പ്ലേറ്റ് എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വരിക. എയർ കപ്പാസിറ്റർ വരുന്നത് ലെങ്ത് ഏ തന്നെയാണ്. ബ്രെഡ്ത്ത് എന്തായിരിക്കും? ഡബ്ല്യു എന്ന് പറയുന്നത് ദിസ് മച്ച് ബ്രെഡ്ത്ത് ആണ്. അതിൽ നിന്ന് എസ് മൈനസ് ചെയ്യണം. ബാക്കിയുള്ളത് മാത്രമാണ് എയർ കപ്പാസിറ്റർ. isn't it? So it is A into W minus S. A into W minus S. ഇനി സി ഡൈലക്ട്രിക് പറയുന്ന സമയത്ത് എപ്സിലോൺ 0 A by Dനെ നമ്മൾ ആ ഒരു മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് ഈസ് എപ്സിലോൺ 0 K A by D ആണ്. ഇനി ഇവിടെയും അഗൈൻ ഏരിയ എ എന്തായിരിക്കും? ലെങ്ത് എ ഇൻറ്റു ബ്രെഡ്ത്ത് എസ്. ഓക്കെ, therefore epsilon 0 K AS by D. അപ്പോൾ ഈ ഇക്വേഷൻ 3-നെയും 4-നെയും നമ്മളുടെ ടോട്ടൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C is equal to C air plus C dielectric. ഈ രണ്ട് ഇക്വേഷനും കൂടി ഇവിടെ ആഡ് ചെയ്തു. ഇനി അതിൽ we have epsilon 0 A by D constant. We are taking it out. What's remaining here? W minus S plus ഇവിടെ വരുന്നത് KS. ഓക്കെ, ഇനി അപ്പോൾ സിയുടെ ഈ ഇക്വേഷനെ നമ്മളുടെ ഫോഴ്സിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നു. വി സ്ക്വയർഡ് ബൈ 2 ഡി സി ബൈ ഡി എസ് എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടിയിരുന്നു. അതിൽ സിക്ക് പകരം നമ്മളുടെ ഇവിടെ കിട്ടിയിട്ടുള്ള സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഫോഴ്സ് ബിക്കംസ് വി സ്ക്വയർഡ് ബൈ 2 ഡി ബൈ ഡി എസ് ഓഫ് സിക്ക് പകരം ദിസ് ഇക്വേഷൻ. റൈറ്റ്, ഇനി അതിൽ അഗൈൻ വി സ്ക്വയർഡ് ബൈ 2 ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. എപ്സിലോൺ 0 A by D കോൺസ്റ്റൻ്റ് ആണ്. വാട്ട്സ് റിമൈനിങ്? ഡി ബൈ ഡി എസ് ഓഫ് W മൈനസ് എസ് പ്ലസ് കെ എസ്. ഇനി ഇവിടെ W എന്ന് പറയുന്നത് എന്താണ്? വിഡ്ത്ത് ആണ്. കപ്പാസിറ്ററിൻ്റെ എയർ കപ്പാസിറ്ററിൻ്റെ ടോട്ടൽ കപ്പാസിറ്ററിൻ്റെ വിഡ്ത്ത് ആണ്. അപ്പോൾ അത് വർക്ക് ഡൺ അല്ല. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇത് വർക്ക് ഡൺ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി ഡബ്ല്യു ബൈ വിഡ്ത്ത് ആണിത്. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ദ ഡിഫറൻഷ്യൽ ഈസ് 0. അപ്പോൾ ഈ ഡി ബൈ ഡി എസ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് 0 ആണ്. നൗ ഡി ബൈ ഡി എസ് ഓഫ് മൈനസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്. ഡി ബൈ ഡി എസ് ഓഫ് കെ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ആണ്. അപ്പോൾ ഇതിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം. കെ മൈനസ് 1 എന്ന് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ. ഇനി ഇതിലെ കെ മൈനസ് 1 ഇസ് ഈക്വൽ ടു കൈ ഇ. കഴിഞ്ഞ ഡെറിവേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കെ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കൈ ഇ എന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ കെ മൈനസ് 1 ഇസ് ഈക്വൽ ടു കൈ ഇ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അഗൈൻ വി ഇസ് ഈക്വൽ ടു ഇ ഡി ദാറ്റ് യു ഓൾറെഡി നോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ ഫോഴ്സ് ബിക്കംസ് എപ്സിലോൺ 0 A by D. അവിടെയുണ്ട് A by D ഇൻറ്റു 2 ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അഗൈൻ വി സ്ക്വയർഡിന് പകരം എന്തെഴുതാം? ഇ സ്ക്വയർഡ് ഡി സ്ക്വയർ എന്ന് എഴുതാം. ദെൻ കെ മൈനസ് 1-ന് പകരം കൈ ഇ എന്ന് എഴുതാം. റൈറ്റ്, then this d and 1d here get cancelled, and what's remaining there? Epsilon 0 A E squared D chi E by 2. ഇനി ഇതിൽ
എപ്സിലോൺ സീറോ കൈ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളറൈസേഷൻ പി ആണ്. അഗൈൻ അപ്ലൈങ് ദാറ്റ് ഇൻ ദ ഇക്വേഷൻ ദ ഫോഴ്സ് ബിക്കംസ് എപ്സിലോൺ സീറോ കൈ ഇക്ക് വരും പി കൊടുത്തു. അഗൈൻ ഹിയർ റിമെയിൻസ് 1 E A D divided by 2. ഇനി അഗൈൻ നമ്മൾ ഇ ഡിക്ക് വരും V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the equation becomes half PAV.